നവംബർ 6 നോബ്ലാക്കിലെ വിശുദ്ധ ലേനാർഡിന്റെ തിരുനാളിൽ ആഗോളസഭ. ക്ലേവ്യൂസ് പ്രഥമൻ രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ലേനാർഡ്. വിശുദ്ധ റെമിജിയൂസ് ആണ് അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയത്. സ്വർഗീയ മഹത്വത്തെപ്പറ്റി പഠിച്ച ഉടനെ അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് വിശുദ്ധ റെമിജിയൂസിന്റെ ശിഷ്യനായി. ഗുരുവിന്റെ ഉപദേശങ്ങൾ ലേനാർഡിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഗുരുവിന്റെ നിഷ്കപടതയും വിനയവും ഉപവിയും തീക്ഷ്ണതയും ലേനാർഡ് പകർത്തിക്കൊണ്ടിരുന്നു. കുറേനാൾ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. രാജാവ് ലേനാർഡിനെ പിന്നെയും പിന്നെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നതിനാൽ ആ സ്ഥലം വിട്ട് ഓർലീൻസിലുള്ള വിശുദ്ധ മെസ്മിൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസവസ്ത്രം സ്വീകരിച്ചു. വിശുദ്ധ മെസ്മിന്റെ ഉപദേശാനുസരണം ജീവിച്ചു. കൂടുതൽ ഏകാന്തത ആഗ്രഹിച്ച് ലേനാർഡ് അനുവാദത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു. ബെറി എന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ച് ഏതാനും വിഗ്രഹാരാധകരെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. അനന്തരം ലിമൂസിൻ എന്ന സ്ഥലത്ത് ഒരു വനത്തിൽ പ്രാർത്ഥനാലയം ഉണ്ടാക്കി അവിടെ താമസിച്ചു. നോബ്ലോക്ക് എന്നാണ് ആ വനത്തിന്റെ പേര്. അവിടെ സസ്യങ്ങളും വന്യപഴങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ആഹാരം. 559 വിശുദ്ധ ലേനാർഡ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. നോബ്ലാക്കിലെ വിശുദ്ധ ലേനാർഡ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.